കോൺസ്റ്റിറ്റ്യൂഷൻ തടവറയിൽ ഛത്തീസ്ഗഡിൻ തടവറയിൽ യോടെ ജയ് വിളിക്കുകയാണ്. അതിന് ഭാഷകളുടെ വ്യത്യാസമില്ല, മതത്തിന്റെ വ്യത്യാസമില്ല. ഞാൻ ഇന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യൻ വിശ്വാസികളോട് മാത്രമല്ല, മനുഷ്യത്വമുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സർവ്വ പേരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് കന്യാസ്ത്രീമാരുടെ മാത്രം അനുഭവമല്ല. നീതിക്കും ന്യായത്തിനും സത്യത്തിനും വേണ്ടി പടപൊരുന്ന മനുഷ്യരൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഭീകരരാവുന്ന, ചില സമയത്ത് മാവോവാദികളായി ചുരുക്കേണ്ടി വന്നാലും വെടികൊണ്ട് മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹം അവസാനം വരെ, ക്ഷമയുടെ സ്നേഹം ഞങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവപ്പെട്ടവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവശരെയും കുഷ്ഠരോഗികളെയും അതിഥരെയും അനാഥരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം സത്യത്തിന് ഒരിക്കലും മറന്നില്ല. സത്യത്തെ നിങ്ങൾ കുരിശിൽ തറച്ചാലും മൂന്നാം പൊക്കം അവൻ ഉയർത്തെഴുന്നേൽക്കും. ജെറിക്കോയുടെ വഴിവെക്ക്, ജെറിക്കോയുടെ വഴിവെക്ക്, ജെറിക്കോയുടെ വഴിവെക്ക്, ജെറിക്കോയുടെ വഴിവെക്ക്. ഭാരതമണ്ണിന് അപമാനം, ന്യൂനപക്ഷാക്ഷേമം പറഞ്ഞു, ഞങ്ങളുമായി പറയുന്നു, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ലഭിക്കും പുലരുവരെ, ഞങ്ങൾ ഉയർത്തും പ്രതിഷേധം, ഞങ്ങൾ ഉയർത്തും പ്രതിഷേധം, ഞങ്ങൾ ഉയർത്തും പ്രതിഷേധം, ഞങ്ങൾ ഉയർത്തും പ്രതിഷേധം. അത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാവും. ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ സുന്ദരമായ ഏടുകളിലേക്ക് ഈ മിഷണറിമാരുടെ സംഭാവന നമ്മൾ എഴുതി ചേർക്കണം. അതൊരിക്കലും ഇകഴ്ത്തി കാണിക്കാൻ ഇടയാവരുതേ. തീവ്രവാദ
ജെറിക്കോയുടെ വഴിവക്കിൽ ഈശോ ഒരു നാൾ ചോദിച്ചു, ആരാണ് ഇയാൾ കയൽവാസി? ആരാണ് ഇയാൾ കയൽവാസി? നന്മ ചെയ്യും അയൽവാസി, നന്മ ചെയ്യും അയൽവാസി. ഛത്തീസ്ഗഡിലെ വഴിവക്കിൽ, ഛത്തീസ്ഗഡിലെ വഴിവക്കിൽ കേക്കുമായി പോയവരെ വരുന്നവരെ അങ്ങോട്ട് കടന്നു വരിക. പരമാവധി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി ഒതുങ്ങി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. റാലിയായിട്ട് വരുന്നവർ ദയവായിട്ട് ഇങ്ങോട്ട് കടന്നു വരും. എന്റെ കൗൺസിലറുമായ മദർ മെർലിനെ ക്ഷണിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ നാമത്തിലൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടുള്ള ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നതിനും ഇന്ത്യ ആഗ്രഹിക്കുന്ന ഓരോ മക്കളും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യവും ഐക്യവും പുലർത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ഈ ദിവസം മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു. നാഥായേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും. സഹോദരീ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളികളായ 2 കന്യാസ്ത്രീമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മതവിഭാഗത്തിന്റെ തീവ്രവാദികളായ ഒരു ഗ്രൂപ്പ് സംഘം ചേർന്ന് ഈ കന്യാസ്ത്രീമാരെ പരസ്യമായി ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും അവരുടെ ബാഗുകൾ വലിച്ചു തുറക്കുകയും ബാഗിലുണ്ടായിരുന്ന ബൈബിൾ വലിച്ച് പുറത്തേക്ക് എറിയുകയും അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയുണ്ടായി. അതിനുശേഷം പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. പിന്നീട് ഇവരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നതിനും മതപരിവർത്തനം ചെയ്യുന്ന കുറ്റങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുകയുണ്ടായി. ജയിലിൽ അടച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണിപ്പോൾ. 7ാം ദിവസമാണിന്ന്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. NIA കോടതിയിൽ ഇന്ന് വിചാരണ നടന്നു. ജാമ്യ അപേക്ഷയെക്കുറിച്ചുള്ള ദീർഘമായ വാദം നടന്നു. അതിനുശേഷം വിധി പ്രസ്താവിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടെ ജാമ്യം കിട്ടുക എന്നൊരു കാര്യം പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീമാര് ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യം. ഈ കന്യാസ്ത്രീമാർക്ക് എന്തുകൊണ്ട് സന്യാസ ഉടുപ്പ് ധരിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിലൂടെ ട്രെയിനിലൂടെ സഞ്ചരിക്കാനാവുന്നില്ല? ഇത് ഒറ്റപ്പെട്ട പ്രവൃത്തിയല്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഏകദേശം 9,000-ഓളം കേസുകളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട ഔദ്യോഗികമായ കണക്കുകളാണിത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ഭയപ്പെടുന്നു എന്നുള്ള ഗൗരവമായ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ഈ മതം പ്രചരിപ്പിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനുമുള്ള അവകാശം. അതിനെ നിരോധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആക്ഷേപം. നമ്മൾ ഓർക്കണം, 1947 ഏകദേശം 78 കൊല്ലം മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, എല്ലാ വിഭാഗങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളുടെ എണ്ണം 2.6%. ഈ 78 കൊല്ലങ്ങൾക്കപ്പുറം ഇന്ന് 2025 ഇന്ത്യയിലുള്ള ആകെ ക്രൈസ്തവരുടെ എണ്ണം സർക്കാരിന്റെ കണക്ക് പ്രകാരം 2.4%.
ഇവിടെ ക്രിസ്ത്യാനികൾ മിഷണറിമാർ മതപരിവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 78 കൊല്ലം കൊണ്ട് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയുടെ അനുപാതം 2.6% നിന്ന് 2.4% കുറഞ്ഞു എന്ന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെ മതപരിവർത്തനമല്ല നടത്തുന്നത്, മനപരിവർത്തനമാണ്. നമ്മൾ പഠിക്കണം ഇന്ത്യയുടെ ചരിത്രം, എങ്ങനെ ഇന്നത്തെ ഇന്ത്യയായി, എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ നമ്മൾ ഓർക്കണം, നമുക്കൊരു ഇരുണ്ട ഭൂതകാലം ഉണ്ടായിരുന്നു. ആശഭാരത സംസ്കാരത്തിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. തീർച്ചയായും മനോഹരമായ സംസ്കാരം, ലോകം മുഴുവൻ വാഴ്ത്തുന്ന സംസ്കാരം. ആ സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ഇവിടെ ദരിദ്രനും ദളിതനും ആദിവാസിക്കും സ്കൂളിൽ പോകാൻ, ചികിത്സ തേടാൻ, സമൂഹത്തിന്റെ പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ എല്ലാവരുടെയും അവകാശത്തിന് വേണ്ടി പോരാടുകയും വിദ്യാലയങ്ങൾ തുറക്കുകയും ആശുപത്രികൾ സ്ഥാപിക്കുകയും ആതുരാലയങ്ങളും അനാഥാലയങ്ങളും കുഷ്ഠരോഗ ആശുപത്രികളും തുറന്നതാരാണെന്ന് ചരിത്രം നോക്കി നമ്മൾ വായിക്കണം. ഇന്ത്യയിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? മിഷണറിമാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആശുപത്രി തുടങ്ങിയത് ആരാണ്? മിഷണറിമാരാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആദ്യത്തെ കോളേജ് ഏതാണ്? കോട്ടയത്തെ CMS കോളേജാണത്, മിഷണറിമാര് തുടങ്ങിയത്. ഇവിടെയുള്ള തൊഴിൽ നൽകുന്ന വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ, ആശുപത്രികൾ ആര് തുടങ്ങി? മിഷണറിമാര് തുടങ്ങി. ഇവിടെയുള്ള ആശുപത്രികൾ പണക്കാർക്ക് വേണ്ടിയുള്ള ആധുനിക മുതലാളിത്ത ആശുപത്രികളായിരുന്നില്ല, എല്ലാവർക്കും സൗജന്യ ചികിത്സിക്കുന്ന ആശുപത്രികൾ. എറണാകുളം ജനറൽ ആശുപത്രിയുടെ ചരിത്രം, സർക്കാർ ആശുപത്രിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. അവിടുത്തെ നഴ്സിംഗ് കോളേജും ഇതൊക്കെ ആര് തുടങ്ങിയെന്ന്. ഫ്രാൻസിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം കിട്ടിയ കന്യാസ്ത്രീമാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ തുടങ്ങിയതാണ് എറണാകുളത്തെ ജനറൽ ആശുപത്രിയുടെ നഴ്സിംഗ് കോളേജ് എന്ന് നമ്മൾ ഓർക്കണം. കൊല്ലത്ത് ബെൻസിഗർ എന്ന് പറയുന്ന ബിഷപ്പ് തുടങ്ങിയ ആശുപത്രി അവിടെ ഉണ്ട്, ഹോളി ക്രോസ് ആശുപത്രി. ഇതുപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഴയ ആശുപത്രികളുടെ ചരിത്രം, കോളേജുകളുടെ ചരിത്രം, സ്കൂളുകളുടെ ചരിത്രം ഒക്കെ പരിശോധിച്ചു നോക്കൂ. ഈ നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ വിത്ത് വിതച്ചത്, ആരോഗ്യത്തിന്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തത്, നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കാനായിട്ട് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസമാണെന്ന് നമ്മൾ മറന്നുപോകരുത്. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഇവിടെ വന്ന മിഷണറിമാര് മാമോദീസ മുക്കി ക്രൈസ്തവരാക്കാനല്ല, മനുഷ്യരാകാനാണ് പഠിപ്പിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായി മതിയെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ മഹാന ഉണ്ട് ഇവിടെ, ശ്രീനാരായണ ഗുരു. ഈ ശ്രീനാരായണ ഗുരു ഈ പാഠം പറയുന്നതിന് മുമ്പ് ഇവിടെയുള്ള മിഷണറിമാര് പറഞ്ഞു, ഇവിടെയുള്ള മനുഷ്യർ, സാധാരണക്കാർ, അവര് സ്കൂളിൽ പഠിക്കണം. ഇവിടെയുള്ള ദളിതനും ആദിവാസിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തിൽ ദളിതർക്ക് വേണ്ടി ആദ്യമായി സ്കൂൾ തുടങ്ങിയത്, ദളിതനല്ലാത്തവനും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിലാണ്. വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ പോയി നോക്കൂ, ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഏതെങ്കിലും ഒരു മിഷണറിയുടെ സാന്നിധ്യം കാണാം. ഇവരെന്തിനു വേണ്ടിയാണ് ഇത്രയ്ക്ക് ഉൾനാടുകളിൽ പോയിട്ട് താമസിക്കുന്നത്, അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്? എന്നാ കിട്ടാനാ? വീട്ടിൽ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? വീട്ടിലെ സമ്പൽ സമൃദ്ധിയും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവര് ഗ്രാമാന്തരങ്ങളിൽ കിലോമീറ്ററുകൾ നടന്ന് അരുണാചൽ പ്രദേശിലും ആസാമിലും ഒറീസയിലെ കണ്ടകാർ മേഖലയിൽ അതിദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന മേഖലകളിലൊക്കെ മിഷണറിമാര് പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പോകുന്നു, ചികിത്സ കൊടുക്കാൻ പോകുന്നു, വിദ്യാഭ്യാസം കൊടുക്കാൻ പോകുന്നു. ഇതിന്റെ കാരണം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. മുഖം നോക്കാതെ, ജാതി നോക്കാതെ, പാർട്ടി നോക്കാതെ, ശത്രുവോ മിത്രമോ എന്ന് നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യാനാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഏതെല്ലാം പീഡനം വന്നാലും, ഏതെല്ലാം രക്തസാക്ഷിത്വം വന്നാലും അവസാനം വരെ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിനാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ക്രൈസ്തവരുടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്താനാണെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയണം, ഇവിടെ എത്ര പേരെ ക്രിസ്ത്യാനികളാക്കി, എത്ര പേരെ മാമോദീസ മുക്കി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലുള്ള മന്ത്രിമാരിൽ ചുരുങ്ങിയത് 5 പേരെങ്കിലും കത്തോലിക്ക മിഷണറിമാരുടെ കോളേജുകളിലും സ്കൂളുകളിലും പഠിച്ചു വന്നവരാണ്. അവരെത്ര പേരെ ഞങ്ങൾ കത്തോലിക്കരാക്കി, എത്ര പേരെ മാമോദീസ മുക്കി?
ഒഴിവാക്കി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പഠിക്കുന്നവരുടെ എണ്ണം എടുത്തു നോക്കൂ. ഞങ്ങൾ പറയുന്നത് വിശ്വമാനവിക മൂല്യങ്ങളാണ്. സ്നേഹത്തിന്റെ മൂല്യം. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരം ബഹുമാനിക്കണം. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിയെക്കുറിച്ചാണത്. അധ്വാനിക്കുന്നവന് കൂലി കൊടുക്കണം, ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം. ചൂഷണത്തിനെതിരെ, അടിമത്തത്തിനെതിരെ, വഞ്ചനയ്ക്കെതിരെ മിഷണറിമാർ എല്ലാ കാലങ്ങളിലും ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ ശബ്ദമുയർത്തതിന്റെ പേരിലാണ് സ്റ്റാൻ സ്വാമി എന്ന ഈശോ സഭാ വൈദികൻ അതിക്രൂരമായി ജയിലിൽ കിടന്ന് കൊല ചെയ്യപ്പെട്ടത്. സിസ്റ്റർ വത്സ എന്ന് പറയുന്ന സിസ്റ്റർ എടപ്പള്ളി സ്വദേശി അവിടെയുള്ള ആദിവാസികളുടെ ചൂഷണത്തിനെതിരെ മാഫിയക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ സിസ്റ്റർ ഉറങ്ങിയിരുന്ന കുടിലിൽ, സിസ്റ്റർ അതിസമ്പന്നയായ കുടുംബത്തിൽ നിന്നുള്ള സിസ്റ്ററാണ്, സിസ്റ്ററിന്റെ കുടിൽ ആക്രമിച്ച് സിസ്റ്ററിനെ കൊന്നുകളഞ്ഞു. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന വിദേശ മിഷണറിയും കുടുംബത്തെയും മക്കളെ ഉൾപ്പെടെ ജീപ്പിലിട്ട് കത്തിച്ചു കൊന്നുകളഞ്ഞു. അവർ ചെയ്തത് എന്താ കുറ്റം? പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആശുപത്രി നടത്തി ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. തൊട്ടുകൂടാത്തവനെയും തീണ്ടിക്കൂടാത്തവനെയും അടുത്ത് വിളിച്ച് നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്, നമ്മളെല്ലാം ഒന്നാണെന്ന വിശ്വമാനവതയുടെ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചവരാണ് നമ്മുടെ മിഷണറിമാർ. ഈ മിഷണറിമാരോട് ചരിത്രം കടപ്പെട്ടിരിക്കുന്നു, ഭാരതം കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ രണ്ട് സിസ്റ്റേഴ്സ്, വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, പ്രാഗൽഭ്യമുള്ള രണ്ട് സിസ്റ്റേഴ്സ് അവിടെയുള്ള ആദിവാസികളായ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി, അവരുടെ കുടുംബം മെച്ചപ്പെടാൻ വേണ്ടി, സാമ്പത്തിക ഉന്നമനം അവർക്കുണ്ടാകാൻ വേണ്ടി, ജോലി കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവരാണ്. അതാണ് മനുഷ്യക്കടത്തായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ നാട്ടിൽ അവശേഷിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റണം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വന്തമാക്കപ്പെട്ടതാണ്. ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് നേരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ചോദ്യം ചെയ്യാം എന്ന ആഗ്രതയോടെ ജയ് വിളിക്കുകയാണ്. അതിന് ഭാഷകളുടെ വ്യത്യാസമില്ല, മതത്തിന്റെ വ്യത്യാസമില്ല. ഞാൻ ഇന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യൻ വിശ്വാസികളോട് മാത്രമല്ല, മനുഷ്യത്വമുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സർവ്വ പേരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് മരിക്കേണ്ടി വന്നാലും, വെടികൊണ്ട് മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹം അവസാനം വരെ, ക്ഷമയുടെ സ്നേഹം ഞങ്ങൾ പ്രബോധിച്ചുകൊണ്ടേയിരിക്കും. പാവപ്പെട്ടവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവശരെയും കുഷ്ഠരോഗികളെയും അതിഥരെയും അനാഥരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം സത്യത്തിൽ ഒരിക്കലും അറിയില്ല. സത്യത്തെ നിങ്ങൾ കുരിശിൽ തറച്ചാലും മൂന്നാം പൊക്കം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സായാഹ്നം ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അവസാനം വരെ പടപൊരുതണം. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കരുത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, സിസ്റ്റേഴ്സിനോടുള്ള പല ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. പ്രത്യേകിച്ച് മന്ദബുദ്ധികൾക്ക് വേണ്ടി, മിണ്ടാത്ത കുട്ടികൾക്ക് വേണ്ടി നേപ്പാറയിലെ ബധിര അന്ധവിദ്യാലയം നമുക്കറിയാം. ഒരു കാളകെട്ടി എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥലത്ത് അന്ധവിദ്യാലയം നടത്തുന്നു. ബധിരർക്കും മൂകർക്കും വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്നു. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് ചേർത്ത് പിടിക്കുന്ന, അവരും മനുഷ്യരാണെന്ന് അംഗീകരിക്കുന്ന ഒരു പുതിയ ക്രൈസ്തവ സ്നേഹ സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. അവരിലെ രണ്ട് കന്യാസിമാരാണ് അതിക്രൂര. പ്രിയപ്പെട്ട തലരപ്പറമ്പിൽ പള്ളിയുടെ ഭാരവാഹികളെ, ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഛത്തീസ്ഗഡിലെ നമ്മുടെ സിസ്റ്റേഴ്സ് അനുഭവിച്ച യാതനകളും വേദനകളും അവർ അറസ്റ്റിലായ അന്ന് മുതൽ നമ്മളുടെ ഹൃദയങ്ങളെയും വേദനിപ്പിക്കുന്നതായിരുന്നു. അതിനെ